അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. നമ്മൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖുർആൻ പഠന ക്ലാസ് തുടരുകയാണ്. സൂറ സുഖ്റുഫിലെ 39 ആയത്താണ് നമ്മൾ എടുത്തല്ലേ. പിന്നെ 40-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ പഠന സദസ്സുകൾ, അതുപോലെ അതിനുള്ള പരിശ്രമങ്ങൾ, അതിൽ തുടർന്നു പോവുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായ കാര്യമാണ്. വിവിധ രീതിയിലുള്ള ഫിത്നകളും പരീക്ഷണങ്ങളും വഴികേടുകളുമൊക്കെ ചുറ്റുപാടും അരങ്ങേറുമ്പോൾ ഒരിക്കലും പിഴച്ചു പോകാത്ത, ഒരിക്കലും തെറ്റിപ്പോകാത്ത ഉറപ്പുള്ള ഒരു കയറായിട്ട്, രക്ഷയുടെ പ്രമാണമായിട്ട് അള്ളാഹു വിശേഷിപ്പിച്ച നൂറെന്നും റൂഹെന്നും ഹിദായത്തെന്നും പല നിലക്ക് മനുഷ്യനെ യഥാർത്ഥ മാർഗം കാണിക്കുന്ന ഹിദായത്തിൻ്റെ പ്രകാശമെന്നും മനുഷ്യന് ആത്മാവെന്നും സന്മാർഗമെന്നുമൊക്കെ അള്ളാഹു വിശേഷിപ്പിച്ച വിശുദ്ധ ഖുർആൻ, അത് മനസ്സിലാക്കുക, അതിൻ്റെ ആശയങ്ങൾ പഠിക്കുക. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ അനുഗ്രഹീത ഗ്രന്ഥം നബിയെ നിനക്ക് നാം അവതരിപ്പിച്ചു തന്നത് ലിയദ്ദബ്ബറു ആയാതിഹി, അവരതിൻ്റെ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ ചിന്തിച്ച് മനസ്സിലാക്കാൻ. ഈ തദബ്ബുറും തദക്കുറും തഫക്കുറും ഒക്കെ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. അപ്പം അതിനു വേണ്ടിയുള്ള ഈ പഠന സംരംഭങ്ങൾ അതെത്ര സമയമെടുത്താലും, ഇപ്പോൾ ഒരു ഹദീസിൽ കാണും ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ 10 വർഷം കൊണ്ട് പൂർത്തിയാക്കിയിരുന്നു. കാരണം സഹാബികൾ പഠിക്കുന്ന രീതി അങ്ങനെയായിരുന്നു. ഓരോ 10 ആയത്തുകളും ഹിഫ്ളാക്കും, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കും, അത് അമല് ചെയ്യും, അത് ജനങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠനത്തിൽ നമ്മൾ തുടർന്നു പോവുക എന്നുള്ളതാണ് പ്രധാനം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ, നിങ്ങൾ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വ ഖാസ്സതുഹു, ഖുർആനിൻ്റെ അഹ്ലുകാർ അള്ളാഹുവിൻ്റെ ആളുകളാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് ഹദീസുകൾ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നവരാണ്. അപ്പോൾ നാം ഈ പഠന പരിശ്രമങ്ങളിൽ തുടർന്നു പോവുക, ആ മാർഗത്തിലായിക്കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം ജീവിതത്തിൽ അഫമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ മസലുഹു ഫിദ്ദുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ. ഒരാൾ ഒരു നിർജീവ അവസ്ഥയിലായിരുന്നു. ഫഅഹ്യൈനാഹു, അവന് നാം ജീവൻ നൽകി. വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്, ജനങ്ങൾക്കിടയിൽ നടക്കുമ്പോൾ അവൻ്റെ കയ്യിൽ പ്രകാശമുണ്ട്. ആ പ്രകാശം ഉണ്ടാകുമ്പോൾ നമുക്ക് ഏത് രംഗത്തും നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും, സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും, പരീക്ഷണത്തിൽ പതറാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇരുട്ടിൽ തപ്പുന്നവരെ പോലെ അല്ലാതെ. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ
വല്ലദീന കഫറു ഔലിയാഹും അത്താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്. അതുപോലെ തന്നെ ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ. ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ അന്ധകാരത്തിൽ നിന്ന് പ്രകാശം കണ്ട ശേഷം, അത് ലഭിച്ച ശേഷം അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. ഫസ്തഖിം കമാ ഉമിർത്, കൽപ്പിക്കപ്പെട്ടതുപോലെ ഇസ്തിഖാമത്ത് ശരിയാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത്, അതിന് ഈ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം വളരെ അത്യാവശ്യമാണ്. ഓരോ ദിവസവും നമുക്ക് ഏത് തിരക്കിനിടയിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അളവുകൾ പറയുന്നുണ്ട്. നിങ്ങളിൽ ജോലിക്ക് പോകുന്നവരുണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നവരുണ്ട്, നിങ്ങൾ യാത്രക്കാരുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഫഖ്റഉ മാ തയസ്സറ മിൻഹു, എന്നാലും നിങ്ങൾ എളുപ്പമുള്ളത് ഓതുക എന്നാണ്. അല്ലേ? ജോലിയോ യുദ്ധങ്ങളോ യാത്രകളോ ഒന്നും ഖുർആൻ ഓതാൻ തടസ്സമല്ല എന്നർത്ഥം. പക്ഷേ ഫഖ്റഉ മാ തയസ്സറ മിൻഹു, നിങ്ങൾക്ക് സാധിക്കുന്നത് ഓതുക. കാരണം എന്താ, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വെളിച്ചമില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആ വെളിച്ചം അത് ബർസഖിലും ഖബറിയ ലോകത്തും നാളെ മഹ്ശറിലും ശുപാർശയായിക്കൊണ്ട്, മാത്രമല്ല സ്വർഗത്തിലെത്തിയാലും ഇഖ്റ വറഖ വറത്തിൽ കമാ കുന്ത തുറത്തിൽ ഫിദ്ദുനിയ, ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കയറിപ്പോകാൻ വിശുദ്ധ ഖുർആൻ നമ്മോടൊപ്പമുണ്ട്. അപ്പൊ ഖുർആനിന്റെ സ്വാഹിബാകാൻ നാം പരിശ്രമിക്കുക, അതിൽ തുടർന്നു പോവുക. അല്ലെ? ആ മാർഗത്തിലായിക്കൊണ്ട് തന്നെ ജീവിക്കാനും അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്ത് സുഖ്റൂഫിലെ 40-ാമത്തെ ആയത്ത് നോക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفأنت تسمع الصم أو تهدي العمي ومن كان في ضلال مبين. فإما نذهبن بك فإنا منهم منتقمون أو نرينك الذي وعدناهم فإنا عليهم مقتدرون. فاستمسك بالذي أوحي إليك إنك على صراط مستقيم. وإنه لذكر لك ولقومك وسوف تسألون. لا نغرم جودا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفأنت تسمع الصم أو تهدي العمي ومن كان في ضلال مبين. فإما نذهبن بك فإنا منهم منتقمون. أو نرينك الذي وعدناهم فإنا عليهم مقتدرون. فاستمسك بالذي أوحي إليك إنك على صراط مستقيم. وإنه لذكر لك ولقومك وسوف تسألون. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. കഴിഞ്ഞ ആയത്തുകളിൽ പരലോകത്ത് ഉണ്ടാകുന്ന ചില രംഗങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവർക്കും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും
വിശുദ്ധ ഖുർആനെയും ഒക്കെ കളവാക്കിയ ആളുകൾ, അതുപോലെ ആ മാർഗത്തിൽ തെറ്റായ വഴിയിൽ മോശപ്പെട്ട കൂട്ടുകാരെ സ്വീകരിച്ച് മുന്നോട്ട് പോയ ആളുകൾ, അവർ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ദുനിയാവിൽ അവർ പേച്ച മാർഗത്തിലാവുകയും വഴികേടിലാവുകയും അവർ ശരിയിലാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ വിശുദ്ധ ഖുർആനിലേക്കോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കോ മടങ്ങാതെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും ഒക്കെ കളവാക്കി ജീവിക്കുകയും അതിന് മോശപ്പെട്ട കൂട്ടുകാരെ സ്വീകരിക്കുകയും ചെയ്ത ആളുകൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ പരസ്പരം ഉദയാസ്തമയ സ്ഥാനങ്ങൾക്കിടയിലുള്ള അത്ര ദൂരമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ ഖേദിക്കുന്നതും അത് എത്ര മോശപ്പെട്ട കൂട്ടുകാരനാണെന്ന് പറയുന്നതും, ഇനി അവർ ഒരുമിച്ചാണെങ്കിൽ പോലും ഇനി ഒരുമിച്ചാണെങ്കിലും ശിക്ഷയിൽ അത് നിങ്ങൾക്കൊരു ഫലവും ചെയ്യുകയില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ നഫ്സിന്റെ കാര്യത്തിൽ ഉത്തരവാദികളാണ്. വേണ്ട രൂപത്തിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയോ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്കോ പ്രവാചകന്റെ ചര്യയിലേക്കോ മടങ്ങാതെ അവിടെ എത്തിയ ആളുകൾക്ക് ആ വിലാപം കൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ള ആ കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് 39 വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കിയത്. 40-ാമത്തെ ആയത്തിൽ, ഇപ്പൊ നമ്മൾ ഓതിയ ആയത്തിൽ, അഫ അൻത തുസ്മിഉ സുമ്മ, അഫ അൻത, അപ്പോൾ നബിയെ താങ്കളാണോ, തുസ്മിഉ സുമ്മ, ബധിരന്മാരെ കേൾപ്പിക്കുന്നവരാണോ, ബധിരന്മാരെ കേൾപ്പിക്കുന്നവരാണോ, ഔ തഹ്ദിൽ ഉമ്യ, അല്ലെങ്കിൽ അന്ധന്മാരെ വഴി കാണിക്കുന്നവരാണോ, വമൻ കാന ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ ദുർമാർഗത്തിൽ അകപ്പെട്ടവനെ നേർവഴിയിലാക്കാൻ താങ്കൾക്ക് സാധിക്കുമോ? ഇവിടെ ഇതിന് ഇസ്തിഫാം ഇൻകാരി എന്ന് പറയും, അഥവാ അല്ല എന്ന അർത്ഥത്തിലുള്ള ഇസ്തിഫാമാണ്. അതോ അന്ധനെ കാണിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അന്ധന് കണ്ണ് കാണൂല. അപ്പോൾ അത്രത്തോളം അള്ളാഹുവിന്റെ പ്രമാണങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായി കണ്ടിട്ടും അവർ നിഷേധിക്കുന്ന ആളുകളെ ഇവിടെ ഉപമിച്ചത് ആരെ കൊണ്ടാണ്? സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജൂൻ എന്ന് സൂറത്ത് അൽ ബഖറയിൽ പറഞ്ഞതുപോലെ അന്ധന്മാർ, ബധിരന്മാർ, മൂകന്മാർ, അല്ലെ, സത്യത്തിലേക്ക് മടങ്ങാത്തവർ. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ചോദിക്കുന്ന രൂപത്തിൽ എന്താണ്? അഫ അൻത തുസ്മിഉ സുമ്മ, ബധിരന്മാരെ കേൾപ്പിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ? സാധിക്കൂല. ഔ തഹ്ദിൽ ഉമ്മി, അല്ലെങ്കിൽ അന്ധനെ വഴി കാണിക്കാൻ സാധിക്കുമോ? സാധിക്കൂല. വമൻ കാന ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ ദുർമാർഗത്തിൽ ആയവനെയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകെ സാധിക്കുന്നതാണ് വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന് അല്ലാഹു വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പൊ ഹിദായത്തുൽ ഇർഷാദ്, പ്രമാണങ്ങൾ എത്തിച്ചു കൊടുക്കാനും വിവരിച്ചു കൊടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കും. പക്ഷേ സ്വന്തത്തിന് വേണ്ടി ഒന്നും ചിന്തിക്കാത്ത ആളുകൾ, എല്ലാ പ്രമാണങ്ങളും മുന്നിൽ വ്യക്തമായിട്ടും തെളിവുകൾ കണ്ടിട്ടും അതിനു നേരെ കണ്ണടക്കുന്നവർ എന്ത് ചെയ്യാൻ സാധിക്കൂല? അല്ലെ, ഉറക്കം അടിക്കുന്നവരെ വിളിച്ചുകൊണ്ടിരുത്താൻ സാധിക്കൂല എന്ന് പറഞ്ഞ പോലെ ഉറങ്ങുന്നവരെ തട്ടി ഉണർത്താൻ സാധിക്കും, ഉറക്കം അടിച്ചു കിടക്കുന്ന ആളെ ഉണർത്താൻ സാധിക്കൂല. അപ്പൊ അന്ധന്മാർ, ബധിരന്മാർ, മൂകന്മാരെന്നൊക്കെ പറഞ്ഞത് ശരിക്ക് കണ്ണു കാണാത്ത ആളുകളെ പറ്റിയല്ല. ഈ ആയത്തിൽ പറഞ്ഞ അന്ധന്മാരും ബധിരന്മാരും ഒക്കെ ആരാണ്? ഭൗതികമായ ഹിസ്സിയായിട്ടുള്ള അന്ധതയോ ബധിരതയോ അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇതിനെ മറിച്ച് എന്താണ്? ആ നിലക്ക് കാണാത്ത ആളെ ചിലപ്പോൾ നമുക്ക് വഴി കാണിച്ചു കൊടുക്കാൻ സാധിക്കും, അല്ലേ? ഇവിടെ പ്രമാണങ്ങൾക്ക് നേരെ കണ്ണടക്കുന്ന ആളുകൾ, കൃത്യമായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ, എല്ലാ തെളിവും കണ്ടാലും അഹങ്കരിച്ച് മാറി നിൽക്കുന്ന ആളുകൾ, അവർക്ക് വഴി കാണിക്കാൻ സാധിക്കൂല. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു തസല്ലിയും മറ്റുള്ളവർക്കുള്ള താക്കീതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസവാക്കുമാണ്. എന്നാൽ അതിന് നേരെ കണ്ണടക്കുന്നവർക്കുള്ള താക്കീതുമാണ്. കാരണം കൃത്യമായി എല്ലാ തെളിവുകളും മുന്നിലെത്തിയിട്ടും അവര് മാറി നിന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന ആയത്ത് വളരെ ശക്തമായ താക്കീതാണ്. ഫഇമ്മാ നദ്ഹബന്ന ബിക ഫഇന്നാ മിൻഹും മുൻതഖിമൂൻ. ഫഇമ്മാ നദ്ഹബന്ന ബിക, ഇനി നാം താങ്കളെ കൊണ്ടുപോകുന്ന പക്ഷം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
മരിക്കുകയാണെങ്കിലും ഫഇന്നാ മിൻഹും മുൻതഖിമൂൻ, നാം അവരെ ശിക്ഷാ നടപടി എടുക്കുക തന്നെ ചെയ്യുന്നവരാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അള്ളാഹുവിന്റെ ഒരു വാക്കുണ്ട് അല്ലെ, എന്താണ്? മൊത്തത്തിലുള്ള ശിക്ഷ ഇറക്കൂലാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ചുള്ള താക്കീതുകളെ മക്കാ മുശ്രിക്കുകൾ പരിഹസിക്കുമ്പോൾ കഴിഞ്ഞ നമ്മൾ പഠിച്ച ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഒരുപാട് സമുദായങ്ങളുടെ നേരെ അള്ളാഹു എടുത്ത ശിക്ഷാ നടപടികളെ കുറിച്ചുള്ള താക്കീതുകൾ. അള്ളാഹുവിന് അതൊരു പ്രയാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തം എന്താണ്? അള്ളാഹു ഏൽപ്പിച്ച ആ ദൗത്യം ആ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഇത് പ്രത്യേകിച്ച് മക്കീ സൂറത്തുകളിൽ ഇങ്ങനെയുള്ള ഒരുപാട് സംവാദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് തൗഹീദും റിസാലത്തും ആഖിറത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അള്ളാഹുവിന്റെ ഏകത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവും പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ഈ മക്കയിലെ മുശ്രിക്കുകളുമായും ജനങ്ങളുമായിട്ടൊക്കെയുള്ള ഒരുപാട് സംവാദങ്ങൾ, അതിന് അള്ളാഹു നൽകുന്ന ഉത്തരങ്ങൾ, വളരെ ബുദ്ധിപരമായ ഉത്തരങ്ങളും ചിന്തിപ്പിക്കുന്ന ഉത്തരങ്ങളും, അതോടൊപ്പം തർഹീബും തർഹീബും അടങ്ങുന്നത്, അഥവാ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ആശ ഉണ്ടാക്കുന്നതും പ്രതീക്ഷ നൽകുന്നതും അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതുകൾ അടങ്ങിയതുമായ ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. കാരണം പ്രബോധനത്തിന്റെ ആ 13 വർഷം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഷയങ്ങൾ തന്നെയായിരുന്നു. തൗഹീദും റിസാലത്തും ആഖിറത്തും ഉറപ്പിക്കാതുള്ള തന്നെയായിരുന്നു. അഖീദപരമായ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ മക്കീ സൂറത്തുകൾ ഊന്നൽ നൽകാനുള്ള കാര്യവും അതാണ്. അപ്പൊ അവരിങ്ങനെ പല നിലക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ കഴിഞ്ഞ ആയത്തുകൾ മനസ്സിലാക്കി, വേറെ ഒരു പ്രവാചകനെ, വേറെ ഒരു പ്രമാണിയെ അയച്ചുകൂടായിരുന്നോ പ്രവാചകനായിട്ട്? ഇതൊക്കെ എന്താണ്? അസാതീറാണ്, കെട്ടുകഥകളാണ്. അതുപോലെ ഇതിന് ശേഷം ഇനി വേറെ ജീവിതമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിഹാസങ്ങളും വാഗ്വാദങ്ങളും അവർ നടത്തുമ്പോൾ ഓരോന്നും കൃത്യമായിട്ടുള്ള തെളിവുകൾ മുന്നിലെത്തിയിട്ടും അത് നേരെ കണ്ണടക്കുന്ന ആളുകൾക്ക് പിന്നുള്ളത് ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ മാർഗത്തിലുള്ള പ്രബോധകരോ അവരുടെ കാര്യത്തിൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല? നിരാശരാകേണ്ടതില്ല. അഫഅൻത തുക്രിഹു الناس حتى يكونوا مؤمنين لا إكراه في الدين قد تبين الرشد من الغي لست عليهم بمسيطر إنما أنت مذكر لست عليهم بمسيطر. ഒരുപാട് ആയത്തുകളുണ്ട് അല്ലെ. അവിടെ ആ പ്രമാണം, ആ തെളിവ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ ദൗത്യം. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. പിന്നെയും മാറി നിൽക്കുന്ന, അഹങ്കരിച്ചു നിൽക്കുന്ന ആളുകൾക്ക് പിന്നെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമാണെങ്കിലും അള്ളാഹു ശിക്ഷാ നടപടികൾ എടുക്കാൻ കഴിവുള്ളവനാണ്. പക്ഷേ പലപ്പോഴും അള്ളാഹു മാപ്പ് നൽകുകയോ സമയം നീട്ടി നൽകുകയോ ആണ് ചെയ്യുന്നത്. മുൻ സമുദായങ്ങളുടെ ഒരുപാട് ചരിത്രങ്ങൾ ഈ സൂറത്തുകളൊക്കെ, പ്രത്യേകിച്ച് ഈ മക്കീ സൂറത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഔ നുരിയന്നകല്ലദീ വഅദ്നാഹും, ഔ അല്ലെങ്കിൽ നുരിയന്നകല്ലദീ വഅദ്നാഹും, നാം നിനക്ക് കാണിച്ചു തരും, അല്ലദീ വഅദ്നാഹും, നാം അവരോട് താക്കീത് ചെയ്ത കാര്യം അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത കാര്യം. ഫഇന്ന അലൈഹിം മുഖ്തദിറൂൻ, തീർച്ചയായും നാം അവരുടെ കാര്യത്തിൽ കഴിവുള്ളവൻ തന്നെയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ശിക്ഷയുടെ വാഗ്ദാനമാകാം, അല്ലെങ്കിൽ എന്താവാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ വിജയത്തിന്റെ വാഗ്ദാനമാകാം. അത് പറയുകയും ചെയ്തു അല്ലെ. സയ്യുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പല നിലക്കുമുള്ള ഗൂഢാലോചന നടത്തുകയും പ്രവാചകനെ കൊന്നുകളയുകയോ അല്ലെങ്കിൽ ബന്ദിയാക്കുകയോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ഒക്കെ ചെയ്യണം എന്ന് ഗൂഢാലോചന നടത്തിയ ആളുകൾ, അതിനുവേണ്ടി ചട്ടം കൂട്ടിയ ആളുകൾ, അതിനുവേണ്ടി പല കരുനീക്കങ്ങൾ നടത്തിയ ആളുകൾ. പക്ഷേ അള്ളാഹുവിന്റെ വാഗ്ദാനം പുലർന്നു. ബദറിലും ശേഷം ഉഹദിലും ചെറിയൊരു പരീക്ഷണം ഉണ്ടായെങ്കിലും പിന്നീട് കാണുന്ന പോരാട്ടങ്ങളും ഫത്ഹ മക്കയും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയ അതേ ജന്മദേശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയശ്രീലാളിതനായിക്കൊണ്ട് തന്റെ സ്വഹാബത്തുമായി കടന്നു വന്നതും ആ
നാടുകൾ മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ അറിയുന്ന കാര്യമാണ്. ഇസ്ലാമിന്റെ ആ പതാക അവിടെയെല്ലാം ഉയർന്ന് കാണുകയും അള്ളാഹു നൽകിയ ആ വാഗ്ദാനം പുലരുകയും ചെയ്തു. അവർ പലരും വിചാരിച്ചിരുന്നത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലയ്ക്ക് എന്തെങ്കിലും തകർത്ത് കളയാം, അല്ലെങ്കിൽ പ്രബോധനത്തിൽ നിന്ന് പിന്മാറ്റിക്കളയാം എന്നുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അതിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരുകയും ചെയ്തു. ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക, ഇത് അതിന് മുമ്പിറങ്ങിയ ആയത്തുകളാണ്. മക്കയിൽ അവതരിച്ച ആ വിജയവും അള്ളാഹുവിന്റെ സഹായക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ആരംഭദശയിൽ ഇറങ്ങിയ ആയത്തുകളാണത്, മക്കി സൂറത്തുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമായിക്കൊണ്ട്, തസല്ലി ആയിക്കൊണ്ട്, അതുപോലെ സബാത്ത് നൽകാൻ, ഉറപ്പിച്ചു നിർത്താൻ, സ്ഥിരത നൽകാൻ, കൂടുതൽ വിശ്വാസികൾക്കും പ്രതീക്ഷ നൽകാനുള്ള ആയത്തുകൾ. അതോടൊപ്പം ഒരിക്കലും നിങ്ങൾ പ്രബോധന മേഖലയിൽ എന്ത് ചെയ്യാൻ പാടില്ല, നിരാശ പാടില്ല എന്നും. ഈ സത്യം കേൾക്കുമ്പോഴേക്ക് എല്ലാവരും അത് രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുമെന്നോ അല്ലെങ്കിൽ എല്ലാവരും അത് ഉടനെ തന്നെ നെഞ്ചിലേറ്റുമെന്നോ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം മുൻ സമുദായങ്ങളുടെയും മുൻ പ്രവാചകന്മാരുടെയും ഒരുപാട് ഉദാഹരണങ്ങൾ ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൂട്ടത്തിൽ പരിഹസിക്കുന്നവരുണ്ടാകും, അഹങ്കരിച്ച് മാറി നിൽക്കുന്നവരുണ്ടാകും, അതുപോലെ കുലമഹിമയുടെ പേരിൽ മാറി നിൽക്കുന്നവരുണ്ടാകും, സാമ്പത്തികമായ അല്ലെങ്കിൽ ഭൗതികമായ സ്ഥാനമാനങ്ങളുടെ പേരിൽ മാറി നിൽക്കുന്നവരുണ്ടാകും, പല നിലക്കുമുള്ള ആളുകളുണ്ടാകും. അവിടെ കാര്യം അള്ളാഹുവിലേക്ക് വിടുക. പ്രവാചകനും അനുയായികളും തങ്ങളുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഫസ്തംസിക് എന്താണ്? ഇസ്തംസക എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പിടിക്കുക എന്നാണ്, മുറുകെ പിടിക്കുക. നമ്മൾ സാധാരണ അംസിക് എന്നല്ലേ, അറബിയിൽ അംസിക് എന്ന് പറഞ്ഞേക്കാൾ കുറച്ചുകൂടെ മുബാലഗത്തുള്ളതാണ് ഫസ്തംസിക്, മുറുകെ പിടിക്കുക. ബില്ലദീ ഊഹിയ ഇലൈക, താങ്കൾക്ക് ബോധനം നൽകപ്പെട്ട ഈ വിശുദ്ധ ഖുർആനിനെ, ഈ ബോധനത്തെ, ഈ ഹിദായത്തിനെ മുറുകെ പിടിക്കുക. ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം, നബിയെ തീർച്ചയായും താങ്കൾ നേരായ പാതയിലാകുന്നു, കൃത്യമായ സിറാത്തുൽ മുസ്തഖീമിലാകുന്നു, വളരെ ഋജുവായ എല്ലാ നിലക്കും അള്ളാഹുവിന്റെ പ്രമാണത്തിന്റെ വെളിച്ചമുള്ള മാർഗത്തിലാകുന്നു അങ്ങ്. ആരൊക്കെ പരിഹസിച്ചാലും കളിയാക്കിയാലും ധിക്കരിച്ചാലും മാറി നിന്നാലും ഒഴിവാക്കിയാലും നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചാലും അതിലൊന്നും പതറിപ്പോകാൻ പാടില്ല എന്നും ഈ അള്ളാഹുവിന്റെ ഈ വഹയിന്റെ അടിസ്ഥാനത്തിൽ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇഷ്ടപ്രകാരം ഒന്നും സംസാരിച്ചിട്ടില്ല അള്ളാഹുവിന്റെ ബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഒരു മാനസികമായ സമാധാനം ലഭിക്കാൻ, കാരണം ഒരുപാട് വെല്ലുവിളികളാണ് ചുറ്റുള്ളത്, അള്ളാഹു ആ ആശ്വാസവാക്കുകളായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആശ്വാസമായിക്കൊണ്ടും സബാത്ത് നൽകാൻ, സ്ഥിരതയും ദൃഢതയും നൽകാനുമുള്ള ആ ആയത്തുകളാണ്. അതോടൊപ്പം തഫ്സീറിലൊക്കെ കാണാൻ സാധിക്കും, ഇത് മുഅ്മിനീങ്ങൾക്കും ആ മാർഗത്തിൽ പ്രബോധന മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പാത സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികൾക്കും ഒരിക്കലും ഒരു നിലക്കുമുള്ള നിരാശ വേണ്ട എന്നും, അതുപോലെ ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ വേണ്ട എന്നും, ഇത് കൃത്യമായി അള്ളാഹുവിന്റെ ഭാഗത്തുള്ള പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും ഉറപ്പിച്ചു നൽകുന്ന കാര്യമാണ് അള്ളാഹു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രഭാഷണത്തിലും പറഞ്ഞിട്ടുണ്ട്, എന്താണ്? തറക്തുക്കും അലൽ ബൈളാഇ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് വളരെ പ്രശോഭിതമായ ഒരു പാതയിലാണ്, വളരെ പ്രശോഭിതമായ ഒരു പാതയിലാണ്. അതിന്റെ രാവ് പകല് പോലെ വെളിച്ചുള്ളതാണ്. ഇരുട്ടത്ത് തപ്പിത്തടയുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ അവിടെ വിട്ടേച്ചു പോയിട്ടില്ല. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്, സ്വയം നാശമടയാൻ ഉദ്ദേശിച്ചവരല്ലാതെ അതിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. കൃത്യമായ പ്രമാണങ്ങൾ അല്ലെ, തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നതി, രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എന്താണ്? അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ ചര്യയും. നമ്മള് പല നിലക്കുമുള്ള ഭിന്ന ആശയങ്ങളും
ഭിന്നിപ്പുകളൊക്കെ കാണുമ്പോൾ ഒരിക്കലും ഭിന്നാഭിപ്രായം പാടില്ലാത്ത കാര്യങ്ങൾ ഭിന്നിപ്പ് കാണുമ്പോൾ സാധാരണ പണ്ഡിതന്മാരെ പറയാണ്ട് മാ യസഉൽ ഖിലാഫ് വമാ ലാ യസഉൽ ഖിലാഫ്. ഖിലാഫ് പാടുള്ള കാര്യങ്ങളുണ്ട്, വിശാലമായ വിഷയങ്ങളുണ്ട്. എന്നാൽ ഒരിക്കലും ഖിലാഫ് അഭിപ്രായ ഭിന്നത പാടില്ലാത്ത വിഷയങ്ങളിൽ, ഉസൂലുദ്ദീനിന്റെ കാര്യത്തിൽ, അടിസ്ഥാനപരമായ തൗഹീദിന്റെ കാര്യത്തിൽ, മുൻഗാമികൾക്കിടയിൽ ഒരിക്കലും രണ്ടഭിപ്രായമില്ലാത്ത വിഷയങ്ങളിലൊക്കെ പുതിയ പുതിയ നൂതനമായ ആശയങ്ങൾ കൊണ്ടുവരികയും അവരവരുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് ഇസ്ലാം ദീനിനെ കച്ചവടം ചെയ്യാൻ അന്ധവിശ്വാസങ്ങളും ചൂഷണങ്ങളും ആത്മീയ ചൂഷണങ്ങളും സാധാരണക്കാരായ ജനങ്ങളെ തെറ്റായ മാർഗത്തിൽ കൊണ്ടുപോകുന്ന, അവരുടെ ആഖിറം തന്നെ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഷിർക്കും ബിദ്അത്തും ഖുറാഫാത്തും പ്രചരിപ്പിക്കുന്ന പല നിലക്കുമുള്ള ആശയധാരകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നമ്മൾ ആവർത്തിച്ച് ഓതേണ്ട ആയത്താണിത്. ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക് ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം. നമ്മൾ നമ്മോട് തന്നെ പറയണം. നമ്മൾ എടുക്കുക തോന്നുന്നത് ഇപ്പോ എങ്ങനെ പറഞ്ഞിട്ട് ഇതൊരു മാറ്റമില്ലല്ലോ, ഇതൊക്കെ നിർത്തി പോവാണല്ലോ അല്ലേ, അങ്ങനെ പറഞ്ഞു ചെയ്താൻ തോന്നിക്കും. ഇത് പറയും തോറും കൂടുകയാണല്ലോ. അത് കൂടിയാലും കുറഞ്ഞാലും പറയൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മളോട് അല്ലാഹു ചോദിക്കുക പറഞ്ഞിരുന്നോ എന്നാണ്, വിലക്കിയിരുന്നോ എന്നാണ്. അതോടൊപ്പം നമുക്ക് തന്നെ ഈ വിഷയത്തിൽ ഒരു ഉറപ്പ് വേണം. എല്ലാ കാര്യത്തിലും സംശയം അങ്ങനെ വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് തൗഹീദിന്റെ വിഷയങ്ങളിൽ, അഖീദയുടെ വിഷയങ്ങളിൽ ആരെങ്കിലും പറഞ്ഞുകൊണ്ടുവരുന്ന ഏതെങ്കിലും തത്വങ്ങളോ ഊഹാപോഹങ്ങളോ ഏതെങ്കിലും കാലകീലകളോ പിൻപറ്റാതെ വ്യക്തമായ വിശുദ്ധ ഖുർആനിന്റെ പ്രമാണങ്ങളും സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ അഖീദ നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ആ വിഷയങ്ങളിൽ വരെ ഇപ്പൊ ഉമ്മത്തിന് സംശയമാണ്. ഒരുപാട് കാലം ചർച്ച ചെയ്തിട്ട് അവസാനം അള്ളാഹുവിന് മാത്രം പ്രാർത്ഥിക്കണം, അള്ളാഹുവിന് മാത്രം ആരാധനയോടെ എല്ലാ അംശവും അർപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഡിക്ഷണറി തപ്പാണ്. ഡിക്ഷണറിയിലെ ആ പദങ്ങളിൽ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. അവിടെയാണ് നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കേണ്ടത്. ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക്, അത് മുറുകെ പിടിക്കണം. കാരണം അവസാന കാലമാകുമ്പോൾ പല നിലക്കുമുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫഇന്നഹു മൻ യഅ്ശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീന അൽ മഹ്ദിയ്യീന മിൻ ബഅദി. എന്റെ കാലശേഷം നിങ്ങൾ കുറച്ചധികം ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് ഭിന്നിപ്പുകൾ ഉണ്ടാവും, പല നിലക്കുമുള്ള ചിന്താധാരകൾ ഉണ്ടാകും. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസം തോന്നും അല്ലെ, കേൾക്കുമ്പോൾ രസം തോന്നും. അപ്പൊ അങ്ങനെയും പറയാം എങ്ങനെയും പറയാം, എല്ലാം അങ്ങനെ ഇങ്ങനെയെന്ന് പറയാൻ പറ്റിയ വിഷയങ്ങളല്ല. അങ്ങനെയാവാന്നുള്ള ചില വിശാലമായ കർമ്മശാസ്ത്ര വിഷയങ്ങൾ ഉണ്ടാകും, അതല്ല ചർച്ച ചെയ്യുന്നത്. അടിസ്ഥാനപരമായിട്ട് ഉറപ്പിച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പോലും സാധാരണക്കാർ ആശയക്കുഴപ്പത്തിലാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ, അവിടെയാണ് ആ മുൻഗാമികളുടെ ചര്യയിലേക്ക് മടങ്ങിപ്പോവുക, പുതിയതിനൊക്കെ ഒഴിവാക്കുക. ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ, യഥാർത്ഥ സന്മാർഗ്ഗ അൽ മഹ്ദിയീങ്ങളായ സന്മാർഗ്ഗം സിദ്ധിച്ചവരും ജനങ്ങളെ ഹിദായത്തിലേക്ക് നയിക്കുന്നവരുമായ ആ ഖുലഫാഉർ റാഷിദുകളുടെ പാതയിലേക്ക് തമസ്സകൂ ബിഹാ, അത് മുറുകെ പിടിക്കാന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. കാരണം ഇത് കയ്യിൽ പിടിച്ചാൽ ചിലപ്പോൾ പിടുത്തം വിട്ടുപോകും. അങ്ങനത്തെ കാലാണ് വരാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് താക്കി നൽകാൻ. അവിടെ അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണം, കൂട്ടിപ്പിടിക്കണം, ചേർത്ത് പിടിക്കണം. കാരണം ഇതെന്റെ ദീനാണ്, എന്റെ ഈമാനാണ്, എന്റെ തൗഹീദാണ്, എന്റെ ആഖിറത്തിന്റെ വിഷയമാണ്. അവിടെ ഒരു സംഘടനയോ ഗ്രൂപ്പോ നേതാവോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ മുന്നിൽ ഹിസാബ് കൊടുക്കണം. നമ്മൾ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കാണ്. നമ്മുടെ അഖീദയും തൗഹീദും സംശയമില്ലാത്ത ഉറപ്പുള്ള ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശരിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, ഒറ്റക്കൊറ്റക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും.
അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ ഒക്കെ അല്ലാഹു തന്നിട്ടുണ്ട്. മനസ്സിലാക്കാനുള്ള കണ്ണും കാതും ചെവിയും, സംസാരിക്കാനും പഠിക്കാനും ചോദിക്കാനും മനസ്സിലാക്കാനും, അതോടൊപ്പം സത്യമേത് അസത്യമേത് മനസ്സിലാക്കാനുള്ള എല്ലാ മാർഗങ്ങളും തന്നിട്ടും അവിടെ എത്തിയിട്ട് റബ്ബനാ ഇന്നനാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീല പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. അല്ലാഹുവേ, ഞങ്ങളാണോ നേതാക്കന്മാരെയും വലിയ വലിയ ആൾക്കാരെയൊക്കെ പിൻപറ്റി വലിയവര് പറഞ്ഞത് കേട്ടു. വലിയവര് പറഞ്ഞ കേൾക്കാനല്ല അള്ളാഹു റസൂലും പറഞ്ഞത്, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാനാണ്. ഫഅളല്ലൂന സബീല അവർ വഴിവെപ്പിച്ചതാണ് റബ്ബേ. പക്ഷേ ആ ഉദർ അവിടെ സ്വീകരിക്കുന്നില്ല. ഇതബറഅ അല്ലദീന തബഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. പിൻപറ്റപ്പെട്ട നേതാക്കന്മാരെ പിൻപറ്റിയ അനുയായികളിൽ നിന്ന് ഒഴിവാകും. ഞങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ വന്നിട്ടല്ലേ. ഷെറിന്റെ ഏറ്റവും വലിയ നേതാവായ ശൈത്താൻ ആദ്യം ഒഴിവാകും. പിന്നെ എല്ലാ അഇമ്മത്തുൽ ദലാലും ബാത്തിലിന്റെ നേതാക്കന്മാർ ഒഴിവാകും. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാൽ ഈ അനുയായിക്കളോട് ഉതിരുണ്ടോ? അനുയായിക്ക് ഉതിരില്ല. കാരണം അനുയായിയോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു റസൂല് പറഞ്ഞിട്ട് നീ ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. നേതാക്കന്മാരെ കുറിച്ച് അധിക ശിക്ഷ ഉണ്ടാവുമെന്ന് മാത്രം തെറ്റിലേക്ക് നയിച്ച നേതാക്കന്മാർക്ക്. ഫതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകും. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. അപ്പൊ പറയാണ്, ഒരവസരം കൂടി ഉണ്ടെങ്കിൽ ഈ നേതാക്കന്മാരിന്നൊക്കെ ഞങ്ങൾ ഒഴിവാകും. ഖുർആനും സുന്നത്തും അനുസരിച്ച് ഞങ്ങൾ ജീവിതം ശരിപ്പെടുത്തും, വിശ്വാസം ശരിപ്പെടുത്തും, കർമ്മം ശരിപ്പെടുത്തും, പ്രമാണങ്ങളിലേക്ക് മടങ്ങും. ആരും ഞങ്ങൾ അന്ധമായിട്ട് അനുകരിക്കൂല. പക്ഷെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഒരൊറ്റ അവസരമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ആ അവസരത്തിലാണ് ഉള്ളത്. അവിടെ പിന്നെ അവസരമില്ല. ഖേദിച്ചിട്ട് കാര്യമില്ല. വമാഹും ബിഖാരിജീന മിനന്നാർ. നരകത്തിൽ നിന്ന് രണ്ടൂട്ടും പുറത്തു പോകില്ല. നേതാക്കന്മാരും അനുയായികളും ഒക്കെ അതിൻ്റെ ഉള്ളിലാവും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആദ്യം നമ്മളെ നഫ്സിനെ രക്ഷപ്പെടുത്തുക. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. പിന്നെ നമ്മളെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക നരകത്തിൽ നിന്ന്. വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. വളരെ കണിശമായ താക്കീതാണത്. അള്ളാഹുവിന്റെ ശിക്ഷ, ശാപകോപ താപങ്ങളുടെ കലവറയാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വന്തം നഫ്സിനെ രക്ഷിക്കാൻ. പിന്നെ നമ്മളെ അടുത്തവരിലെ അന്തറാശിറത്തക്കലക്കറബീൻ കുടുംബത്തില് ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. വിശുദ്ധ ഖുർആനും സുന്നത്തും ചർച്ച ചെയ്യണം. മുൻഗാമികളുടെ ചര്യകൾ ചർച്ച ചെയ്യണം. ചരിത്രങ്ങൾ ചർച്ച ചെയ്യണം. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ ഈ പ്രധാന വിഷയങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അത് ശരിയായിട്ട് ബാക്കിയുള്ള വിഷയങ്ങൾ. കാരണം അതുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ومن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. താഗൂത്തുകളൊക്കെ നിഷേധിച്ച് അള്ളാഹു വിശ്വസിച്ചാൽ ഒരു മുറിയാത്ത കയറിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നിട്ട് പ്രതീക്ഷയുണ്ട്. എന്നാൽ ഷിർക്ക് സംഭവിച്ചാലോ പിന്നെ ആ മനുഷ്യന്റെ കാര്യം, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. സ്വർഗ്ഗം അവന് നിഷിദ്ധാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഒരിക്കലും അത് പൊറുക്കാത്ത പാപം, തൗബ ചെയ്യാതെ മരിച്ചാൽ പൊറുക്കാത്ത പാപമാണ്. അങ്ങനത്തെ പാപം വേറില്ല. അതുകൊണ്ട് തന്നെ നാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കേണ്ട ആയത്താണ് ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക് ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം. ആദ്യം നമുക്ക് ആ ഒരു ഉറപ്പുണ്ടാകണം. വഹി ലഭിച്ച അള്ളാഹുവിന്റെ റസൂല് വഹിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിച്ചത്. വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും. അത് സ്വഹീഹായ ഹദീസാണ് സ്ഥിരപ്പെട്ട പിന്നെ നമ്മുടെ ചെറിയ ബുദ്ധി വെച്ച് അതിനെ അളക്കാൻ നിൽക്കണ്ട. അതനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി. കാരണം അള്ളാഹുവിന്റെ റസൂല് വഹിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചിട്ടുള്ളൂ. അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ അറിവിന്റെ കുറവാണെന്ന് ബോധ്യത്തോടു കൂടി അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് മനസ്സിലാകുന്നില്ലെങ്കിലോ അള്ളാഹു റസൂലും പറഞ്ഞതാണോ? ബാക്കിയുള്ള ഒരുപാട് പരിശോധിക്കാൻ പറ്റുന്ന വിഷയങ്ങളിൽ പരിശോധിച്ച് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അറിവിന്റെയോ ബുദ്ധിയുടെയോ കുറവ് കൊണ്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ
വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ. ഇൽമിൽ അടിയുറച്ച ആളുകൾ പറയുന്നതാണ്, അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ളതാണോ റസൂല് പറഞ്ഞതാണോ, നമ്മളതിൽ വിശ്വസിച്ചു. കാരണം നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങൾ ഭൗതിക പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ ബുദ്ധിക്കും മനനത്തിനും മനസ്സിലാകാൻ കഴിയാത്ത എത്രയോ കാര്യങ്ങൾ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ വഹീനെ നമ്മൾ നമ്മുടെ ചെറിയ ബുദ്ധി വെച്ച് ചോദ്യം ചെയ്യുക? അപ്പൊ ആ വിഷയങ്ങളിൽ നമ്മൾ കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ആയത്ത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഫസ്തംസിക് ബില്ലദീ ഉഹിയ ഇലൈക ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം. താങ്കൾക്ക് ബോധനം നൽകപ്പെട്ട ഈ കിതാബിൽ, ഈ ബോധനത്തിൽ, ഈ ദീനിൽ അടിയുറച്ചു നിൽക്കുക, അതിൽ മുറുകെ പിടിക്കുക. താങ്കൾ കൃത്യമായ പാതയിലാകുന്നു. മാത്രമല്ല വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക വസൗഫ തുസ്അലൂൻ. വഇന്നഹു തീർച്ചയായും അത് ദിക്റുൻ ലക ലദിക്റുൻ ലക താങ്കൾക്കുള്ള ഉത്ബോധനം എന്ന് അർത്ഥമുണ്ട്. വേറെ അർത്ഥം കൂടി ഉണ്ട്. എന്താണ് ദിക്റിന്? വേറെ അർത്ഥമുണ്ട്. ഉത്ബോധനം, സ്മരണ, പിന്നെ അർത്ഥം പ്രശസ്തി എന്നർത്ഥമുണ്ട്. വറഫഅനാ ലക ദിക്റക്. ഈ ഖുർആനെ നമ്മൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നമുക്ക് പ്രശസ്തി ഉണ്ടാകും, നമുക്ക് ഇസ്സത്ത് ഉണ്ടാകും, നമുക്ക് പ്രതാപമുണ്ടാകും. അതിന് വിശ്വാസങ്ങളുടെ കാലവും വലിയ ഖൗമിക ശേഷം ഈ ജനതയ്ക്ക് മൊത്തത്തിലും ഈ വിശുദ്ധ ഖുർആൻ അത് ഉത്ബോധനമാണ്, അത് ബോധനമാണ്, അതോടൊപ്പം അത് കീർത്തിയും പ്രശസ്തിയുമാണ്. മാത്രമല്ല വസൗഫ തുസ്അലൂൻ, നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. എന്ത് ചെയ്തു ഈ വിഷയത്തിൽ? നമുക്ക് വെറുതെ ആകട്ടെ അവഗണിച്ചു പോകാൻ പറ്റിയ വിഷയമല്ലത്. അൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ അലൈക. ഖുർആൻ ഒന്നുകിൽ അനുകൂലമായ സാക്ഷിയാണ്, അല്ലെങ്കിൽ പ്രതികൂലമായ സാക്ഷിയാണ്. ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ഖുർആൻ നമ്മൾ പഠിച്ചോ, മനസ്സിലാക്കിയോ, അതിന്റെ ആശയങ്ങൾ മനനം ചെയ്തോ, അത് പ്രവർത്തനപഥത്തിൽ കൊണ്ടുവന്നോ, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചോ, ഒക്കെ ചോദിക്കപ്പെടും. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവിന്റെ റസൂൽ പരാതി പറയുന്നുണ്ട്, അല്ലാഹുവേ എന്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ചു റബ്ബേ എന്ന്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല നമുക്ക് ഈ ആയത്ത് മനസ്സിലാക്കുന്ന മറ്റൊരു വിഷയം എന്താണ്? ഈ ഖുർആൻ എത്രത്തോളം നമ്മൾ നെഞ്ചിലേറ്റുകയും അത് ഉറപ്പിച്ച് പിടിക്കുകയും ചെയ്യുന്നു, മുറുകെ പിടിക്കുകയും ചെയ്യുന്നു, അത് മനസ്സിലാക്കുന്നു, അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരും, അത്രത്തോളം നമുക്ക് ഇസ്സത്ത് ഉണ്ടാകും, പ്രതാപം ഉണ്ടാകും. അതിൽ നിന്ന് എത്രത്തോളം വിദൂരം നമ്മൾ പോകുന്നു, അത്രത്തോളം നമുക്ക് പരാജയവും താഴ്ചയും, അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം, അതോടൊപ്പം ദീനിന്റെ ഇസ്സത്തിന്റെ മാർഗത്തിലുള്ള സ്ഥാനമൊക്കെ കുറഞ്ഞു പോവുകയും ചെയ്യും. ഈ ഉമ്മത്തിന്റെ ആദ്യകാലക്കാര് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയും, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ. ആദ്യകാലക്കാർ നന്നായതുകൊണ്ടല്ലാതെ അവസാന കാലക്കാർ നന്നാവില്ല. ആദ്യകാലക്കാർ നന്നായത് എന്തുകൊണ്ടാ? ഈ വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത രൂപത്തിലുള്ള ജാഹിലിയത്ത്, ഇല്ല, പെൺകുട്ടികളൊക്കെ ജീവനോട് കുഴിച്ചു മൂടിയിരുന്ന ഒരു കൗമ്, സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു കൗമ്, പരസ്പരം എന്തെങ്കിലും ചില്ലറ കാരണങ്ങൾക്ക്, ഒരു ഒട്ടകത്തിന്റെ വിഷയമായിരിക്കും ചിലപ്പോൾ, അത് രണ്ട് കബീല തമ്മിലുള്ള വിഷയമായി, യുദ്ധമായി, പോരാട്ടമായി, അത് പിന്നെ സഹർ, അല്ലെ, സഹർ എന്ന് പറഞ്ഞാൽ അത് മക്കൾക്ക് ഇങ്ങനെ മാറി പറഞ്ഞു കൊടുക്കലാണ്. പ്രതികാരം ചോദിക്കണം. ബാപ്പ മരിക്കാൻ നേരത്തെ വാള് കൈ കൊടുത്തിട്ട് മോനോട് പറയാണ്, നമ്മൾ പ്രതികാരം മറ്റേ ഗോത്രത്തിൽ നിന്ന് വാങ്ങണം കേട്ടോ. പിന്നെ അയാളെ മകന്, അയാളെ മകന്, അല്ലേ? അങ്ങനെയുള്ള എത്ര യുദ്ധങ്ങൾ അറേബ്യൻ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. ഈ അറേബ്യൻ സാഹിത്യവും ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ അതിലെ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വീരവാദം പറയുന്ന കവിതകളൊക്കെ ഉണ്ട്. നമ്മൾ ഭാഷ പഠിക്കാൻ വേണ്ടിയൊക്കെ പഠിക്കും. പക്ഷെ അതിലൊക്കെ അവർ എടുത്തു കാണിച്ചത് അതാണ്. മക്കളോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്, നമ്മളെ പ്രതികാരം മറ്റേ ഗോത്രത്തിൽ നിന്ന് വാങ്ങണം, പിന്നെ അതിനു വേണ്ടിയാണ് യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ഇല്ലായ്മ ചെയ്തു. ആ സഹർ, ജാഹിലിയത്തിന്റെ സഹറുകളൊക്കെ ഇല്ലായ്മ ചെയ്തു. അങ്ങനെ ഒരു പ്രതികാരത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ തന്നെ പാടില്ല. യുദ്ധം ചെയ്യാനോ കലിമത്തില്ല,
അള്ളാഹിന്റെ കലിമത്ത് ഉയർത്താൻ, അതുപോലെ നഫ്സും ഇർളും ദീനും സംരക്ഷിക്കാൻ കൃത്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സമുദായത്തെ പരിവർത്തനം ചെയ്തു ഖുർആനിലൂടെ. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം പറഞ്ഞത് എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി അവരെ സംസ്കരിച്ചു. ആ സമുദായം പിന്നെ എന്തായിട്ടാണ് മാറിയത്? ആ സമുദായം ലോകത്ത് നയിക്കുന്ന നേതാക്കന്മാരായി മാറി. പണ്ടൊക്കെ പേർഷ്യക്കാർക്കും റോമക്കാർക്കും ഒക്കെ അറബികളെ പുച്ഛമായിരുന്നു. അത് കുറെ ഇടയന്മാര്, നാടോടികള്, കുറെ കൃഷിയും ഒട്ടകവും ആടുമൊക്കെ ആയിട്ട് നടക്കും, കുറെ കാലം യുദ്ധം ചെയ്യും. അങ്ങനെ പുച്ഛത്തോടുകൂടി അധമബോധത്തോടുകൂടി നോക്കിയ ആ ജനതയാണ് ഈ വിശുദ്ധ ഖുർആനിലൂടെ ഉയർത്തെഴുന്നേൽക്കുകയും അള്ളാഹു അവരിൽ നിന്ന് ലോകത്തിനെ നയിക്കുന്ന വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ലോകത്തിന്റെ ഏറ്റവും വലിയ ഉന്നത നേതാക്കന്മാരെ അവരെ മാറ്റുകയും ചെയ്തു ഈ ഖുർആനിലൂടെ. നബി, താങ്കൾക്ക് ബോധനമാണ്, കീർത്തിയാണ്, പ്രശസ്തിയാണ്. തഫ്സീറിൽ അങ്ങനെ തന്നെ പറഞ്ഞു കാണാൻ സാധിക്കും. ഉത്ബോധനവുമാണ്, ദിക്റുമാണ്. ഉറഫാനാലക ദിക്റക എന്നുള്ളതിന്റെ അതും ഇതിലേക്ക് ചേർത്ത് വായിക്കുക. വസൗഫ തുസ്അലൂൻ. പക്ഷേ നമ്മൾ ഉത്തരവാദിത്വം നമ്മൾ മറക്കാൻ പാടില്ല. പണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ, എന്റെ ഉപ്പുപ്പാക്ക് ആനുണ്ടായിരുന്നു എന്നുള്ള ആ വീരവാദം കൊണ്ട് കാര്യമില്ല. ലൈസ ബി അമാനിയക്കും വലാ അമാനി അഹ്ലുൽ കിതാബ്. നിങ്ങളെ വ്യാമോഹം കൊണ്ടും കാര്യമില്ല, അഹ്ലുൽ കിതാബിന്റെ വ്യാമോഹം കൊണ്ടും കാര്യമില്ല. നമ്മള് ഭയങ്കര സംഭവമാണ്, നമ്മളിങ്ങനെ പഴയ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമുണ്ട്. വസൗഫ തുസ്അലൂൻ. നമ്മൾ ചോദിക്കപ്പെടും. ഈ കിതാബിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? അത് നമ്മൾ നെഞ്ചിലേറ്റിയോ, അതോ അത് പുറകോട്ട് വലിച്ചെറിഞ്ഞോ, അത് മാറ്റിവെച്ചോ? ഇന്ന് നമ്മൾ സമുദായത്തിൽ കാണുന്ന എല്ലാത്തരം അപജയങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ആത്മീയ ചൂഷണങ്ങളുടെയും പരാജയത്തിന്റെയും വ്യക്തിയിലും കുടുംബത്തിലും കടന്നു വന്ന അധർമ്മത്തിന്റെയും അനാവശ്യ ഭയത്തിന്റെയും പേടിയുടെയും എന്തെങ്കിലും ചെറിയ കാരണം കാണുമ്പോഴേക്ക് ഇത് SSLC പരീക്ഷ കഴിഞ്ഞിട്ടില്ല, അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല, പരീക്ഷ കഴിഞ്ഞിട്ടില്ല, അതിന്റെ മുന്നേ നോട്ടീസ് എഴുതി വെച്ചാണ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ഇന്നലത്തെ വാർത്തയാണ്. നമ്മൾ സമുദായത്തിലെ മോളാണ്. ജീവിതത്തെ വളരെ പേടിയോടുകൂടി കാണുന്നൊരവസ്ഥ. അതിൽ നിന്നൊക്കെ മോചനം നേടിയിട്ട് റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു രംഗം ചരിത്രത്തിൽ കാണാം, അല്ലെ? നഹ്നു ഖൗമുൻ ബഅസന അല്ലാഹു ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. രാജാവിന്റെ മുന്നിൽ പോയിട്ട് വളരെ അന്തസ്സോടി പറയാണ്, ഞങ്ങളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചൊരു ജനതയാണ്. അടിമകളെ ആരാധിക്കുന്നതിൽ നിന്ന് ഉടമയായ യജമാനെ അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. വമിൻ ജൗറിൽ അദിയാൻ ഇലാ അദാലത്തിൽ ഇസ്ലാം. ഒരുപാട് മതപരവും ആത്മീയവുമായ ചൂഷണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തല്ലുകളും ഗൂഢവും നിഗൂഢവുമായ ആശയങ്ങളും വെച്ച് പുലർത്തുന്നതിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിയിലേക്ക് കൃത്യമായിട്ട് ആർക്കും മനസ്സിലാകുന്ന, വളരെ സരളമായ, പെട്ടെന്ന് മനസ്സിലാകുന്ന, ഫിത്രത്തിന് യോജിച്ച, ശുദ്ധപ്രകൃതിക്ക് യോജിച്ച വിശ്വാസവും ആശയവും കർമ്മങ്ങളും മനുഷ്യനെ പ്രയാസപ്പെടുത്താത്ത, പ്രയാസപ്പെടുമ്പോഴൊക്കെ വിശാലതയുള്ള ഇസ്ലാമിന്റെ പ്രത്യേകതയാണത്. എപ്പോൾ മനുഷ്യൻ പ്രയാസപ്പെടുന്നു അവിടെയൊക്കെ വിശാലമായ ഒരു ഹുക്മ് വേറുണ്ടാവും. അതുപോലെ തന്നെ ദുനിയാവിന്റെ കുടിസിൽ നിന്ന് ആഖിറത്തിന്റെ വിശാലതയിലേക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക. എന്താണ് ദുനിയാവിന് കുടിസാവുമ്പോ ആഖിറത്ത് ഓർത്താ അത് വിശാലായി. അത് ഏത് രംഗത്തും. ഇവിടുത്തെ ഒരു പരീക്ഷ തോറ്റ എന്താ വരാനുള്ളത്? സപ്ലിമെന്ററി എഴുതണം, പിന്നെ തോറ്റാ പിന്നെ എഴുതണം, അല്ലെങ്കിൽ അത് മാറ്റി വേറെ ഏതെങ്കിലും കോഴ്സ് നോക്കണം. പരീക്ഷ തോറ്റ ആൾക്കാരെ ഇപ്പൊ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ആയി മാറിയത്, അല്ലേ? എന്നിട്ട് ആ ബിസിനസ്സുകാരൻ്റെതായ വലിയ വലിയ എഞ്ചിനീയർമാരും ഡോക്ടർമാരൊക്കെ കുറെ ആള് വലിയ വലിയ ഡിഗ്രി ഉള്ളവർ ജോലി ചെയ്യും. ഈ നമ്മുടെ മക്കൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ജീവിതത്തെ ആ നിലക്ക് നോക്കിക്കാണാൻ. അതിനർത്ഥം പഠിക്കണ്ട, നല്ല ഡിഗ്രി എടുക്കണ്ട എന്നല്ല. പക്ഷെ അതാണ് എല്ലാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മൾ മാതാപിതാക്കൾ ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട്, അധ്യാപകരുടെ പ്രഷർ വേറെ, സ്കൂളിന്റെ റാങ്ക് ലിസ്റ്റിനും A+ വാങ്ങാനുള്ള പ്രഷർ വേറെ. അപ്പൊ ഈ കുട്ടിയാകെ തകർന്നു പോവുകയാണ്.
അവിടെയാണ് മാതാപിതാക്കള് അതിനൊക്കെ അതിൻ്റെതായ ഒരു വില കൊടുത്താൽ മതി. പഠനം വേണം, ശ്രദ്ധ വേണം, ട്യൂഷൻ കൊടുക്കണം, A+ വാങ്ങാൻ പറയണം, ഒക്കെ വേണം. പക്ഷേ ജീവിതത്തിന് ലക്ഷ്യം അതൊന്നുമല്ല. അത് ഖാലിഖായ സൃഷ്ടാവായ അള്ളാഹു ആ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൊണ്ട് നമുക്ക് വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനുള്ള സഹായകമാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇത് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതിനാദ്യം നമുക്ക് ആ ബോധം വേണം. അങ്ങനെയെങ്കിൽ ആ സമുദായത്തിലുണ്ടായതുപോലെയുള്ള ഇസ്സത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആ ജനത അതിലൂടെ ദിക്ർ നേടിയിട്ടുണ്ടെങ്കിൽ, ചരിത്രത്തില് ഡാർക്ക് ഏജ് എന്നറിയപ്പെട്ട, അന്ധകാര നിബിഡം എന്നറിയപ്പെട്ട ആ ഒരു സമുദായത്തിന് ലോകത്ത് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചതുപോലെ ആത്മീയവും ഭൗതികവുമായ രൂപത്തിൽ ഇങ്ങനെ ഒരു ജനതയെ, അത്രത്തോളം താഴേക്ക് പോയ ഒരു ജനതയെ ലോകത്തിന്റെ ലീഡേഴ്സാക്കി മാറ്റാൻ വേറെ ആർക്കും സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കിതാബിലൂടെയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ജനതക്കും ഇത് ദിക്റാണ്, കീർത്തിയാണ്, പ്രശസ്തിയാണ്. വസൗഫ തുസ്അലൂൻ, നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തണം. മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള പരാജയങ്ങൾക്കും അപജയത്തിനും കാരണം ആ ഗ്രന്ഥത്തിൽ നമ്മൾ അകന്നു പോയതാണ്. അതിലേക്ക് മടങ്ങി വരാൻ, അതിന്റെ വാഹകരാകാൻ, ആ കിതാബിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലേക്കും മടങ്ങാൻ, അതിലൂടെ ഇസ്സത്ത് നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും, അത് ഖുർആൻ 2 രൂപത്തിൽ സാക്ഷിയാകുമെന്ന് പറയുന്നില്ലേ, ഹുജ്ജത്തുൽ ലക ഔ അലൈക, അനുകൂലമായ സാക്ഷിയാകുന്നതിൽ നാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിലൂടെ ഇസ്സത്ത് നേടിയ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, ഖുലഫാഉർ റാഷിദുകളുടെ സ്വഹാബത്ത്, സലഫുസ് സാലിഹീങ്ങൾ, അവരുടെയൊക്കെ പാത അല്ലെ, അവര് ദുനിയാവരുടെ മനസ്സിൽ ചെറുതായി പോയത് അത് ഉൾക്കൊണ്ടതുകൊണ്ടാണ്. ആഖിറത്തിനെ മനസ്സിൽ കയറ്റുകയും ദുനിയാവിനെ കയ്യിൽ പിടിക്കുകയും ചെയ്തു. ഇപ്പൊ നമ്മൾ പലപ്പോഴും ദുനിയാവിനെ മനസ്സിൽ കയറ്റിയിട്ട് ആഖിറത്തെ നമ്മളെ കയ്യിലാണ്, എപ്പോൾ വേണമെങ്കിലും വെക്കാൻ പറ്റിയ കോലത്തിൽ ആഖിറം ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത്, നമ്മുടെ മക്കൾ പരാജയപ്പെടുന്നത്, നമ്മുടെ യുവതലമുറ ജീവിതത്തെ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്ക് പതറിപ്പോകുന്നത് കൊണ്ടാണ്. നേരെ മറിച്ച് റബീഉ ബിൻ ആമിർ റളിയല്ലാഹു പറഞ്ഞ പോലെ ഒമിൻ ദീഖിദ് ദുനിയ ഇലാ സിഅത്തിൽ ആഖിറ, ദുനിയാവിന്റെ കുടിസിൽ നിന്ന് ആഖിറത്തിന്റെ വിശാലത. ഇത് ഒരു യാത്രക്കിടയിലുള്ള ഒരു ചെറിയ വിശ്രമ വേളയായിട്ട് കാണുകയാണെങ്കിൽ, ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും വിലയില്ലാത്ത സ്ഥലമായിട്ട് കാണുകയാണെങ്കിൽ, അവിടെ നമുക്ക് ചെയ്യാൻ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് നമുക്ക് നമ്മുടെ യാത്ര തുടരേണ്ടതുണ്ട്. ആ തറവാട്ടിലേക്ക്, അള്ളാഹുവിന്റെ ദാറുസ്സലാമിലേക്ക്, അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അവിടേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ആ ഒരു ബോധമുണ്ടെങ്കിൽ നമുക്ക് അതിന് സാധിക്കും. അത് സാധിക്കുമാറാകട്ടെ. ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അല്ലെ. നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന എത്രയോ അനുഭവങ്ങൾ, ഫലസ്തീനിലൊക്കെ നമ്മൾ കാണുന്ന എത്രയോ അനുഭവങ്ങൾ. അള്ളാഹുവിടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. സയനിസ്റ്റ് അധിനിവേശത്തിനെതിരെ അള്ളാഹു അവർക്ക് വിജയം നൽകുമാറാകട്ടെ. അവിടേക്ക് അത് കണ്ടിട്ട് പല ഇസ്ലാമിലേക്ക് വരികയാണ്. അവർ ഈ ഖുർആൻ വായിക്കണം. എത്രയോ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള എത്രയോ ആക്ടിവിസ്റ്റുകൾ, പുരുഷന്മാരും സ്ത്രീകളും ചെറുപ്പക്കാരും ഒക്കെ അവർ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഈ വിശ്വാസം ലഭിക്കുന്നത്? എങ്ങനെയാണ് ഇത്ര വിശ്വാസ ദൃഢത ലഭിക്കുന്നത്? നമ്മളൊക്കെ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് പതറിപ്പോവുകയാണ്. പക്ഷെ അവര് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കാണുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയാൻ. എന്റെ മോനെ ഷഹീദായോ? അള്ളാന്റെ അടുക്കലേക്കാണ്. തെല്ല അള്ളാന്റെ അടുത്ത അള്ളയാണ്. പെങ്ങന്മാര് പറയണം ഞങ്ങൾ ആങ്ങളെ ഷഹീദായി, അൽഹംദുലില്ലാ, അവനത് ആഗ്രഹിച്ചതായിരുന്നു. എങ്ങനെയാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത്? നമുക്ക് ഇങ്ങനെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ ജനത അത് അനുഭവിക്കണം. അത് ഈ വിശ്വാസത്തിന്റെ ദൃഢതയാണ്, ഈമാനിന്റെ ദൃഢതയാണ്. അത് അവർ ഉള്ളിൽ ഉറച്ച ആ തൗഹീദിന്റെ ഈമാനിന്റെ ദൃഢതയാണ്, അള്ളാഹുള്ള തവക്കുലിന്റെ ദൃഢതയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കാണുമ്പോഴേക്ക് നമ്മൾ പതറിപ്പോകാതെ ഇന്നും നമുക്ക് മുന്നിൽ ജീവിച്ചിരിക്കുന്ന അത്തരം രംഗങ്ങൾ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നത് ഈ ദീനിലൂടെ അള്ളാഹു ഇനിയും എത്രയോ അങ്ങനെയുള്ള മാതൃകകൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. അത് കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ആളുകൾ വരികയും ഖുർആൻ വായിക്കുകയും
ഖുർആൻ പഠിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയൊക്കെ ചെയ്ത രംഗങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഏതായിരുന്നാലും ഈ വിശുദ്ധ ഖുർആനിന്റെ അഹലുകാരാകാനും അതിനൊരിക്കലും അവഗണിച്ച് കളയാതെ അത് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏത് പരീക്ഷണ ഘട്ടത്തിലും ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക്, പ്രത്യേകിച്ചും ഫലസ്തീനിലെ ഗസയിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു നസ്റും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരെ സഹായിക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ അള്ളാഹു ശാന്തിയും സമാധാനം നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് കൊല്ലപ്പെട്ട ആൾക്ക് അള്ളാഹു ഉന്നതമായ ശുഹദാക്കളുടെ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിക്ക് പറ്റിയവർക്ക് അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. പരീക്ഷണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വിജയികളായി വരുന്നവരിൽ അവരെയും നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ദീനിന്റെ മാർഗത്തിൽ തന്നെ ജീവിച്ച് ആ മാർഗത്തിൽ തന്നെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ. اللهم انصر إخواننا المستضعفين في كل مكان. اللهم انصر إخواننا المستضعفين في فلسطين. اللهم انصر إخواننا المجاهدين المرابطين في غزة يا رب العالمين. اللهم سدد رميهم. اللهم اجمع شملهم. اللهم اجمع شملهم. اللهم تقبل شهداءهم وداوي جرحاهم واشف مرضاهم. اللهم انجل المستضعفين في فلسطين. اللهم انجل المستضعفين في فلسطين. اللهم اشدد وطأتك على اليهود الغاصبين المعتدين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم يا قوي يا عزيز. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله.